ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ ആൺകുട്ടികൾക്കായിക്കോട്ടെ പെൺകുട്ടികൾക്കായിക്കോട്ടെ ഒരുപോലെ യൂസ് ചെയ്യുന്നൊരു, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും ബ്യൂട്ടി പാർലർ പോകുന്നവരായിരിക്കും. നമുക്കൊരു ബ്യൂട്ടി പാർലർ പോകാൻ ഒരു മാസം നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നു നമ്മൾ തന്നെ മനസ്സിൽ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ, ഇപ്പം ഈവൻ ഓണം കഴിഞ്ഞല്ലോ, ഓണത്തിന് ആയിക്കോട്ടെ, നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വീട്ടിൽ ഒരുങ്ങി നിൽക്കണം എന്നുള്ള ആൾക്കാരായിക്കോട്ടെ, മിനിമം നമ്മളൊരു ഫേഷ്യലെങ്കിലും ചെയ്യുമല്ലേ, അതല്ലെങ്കിൽ നമ്മളൊരു ക്ലീനപ്പ്, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബ്യൂട്ടി പാർലർ പോയി ചെയ്യുന്നവരായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ബ്യൂട്ടി പാർലർ പോയിട്ട് ഒരു നോർമൽ ഫേഷ്യൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു 1000 രൂപയാവും അല്ലേ. അപ്പോൾ നമ്മളൊരു ഗോൾഡൻ ഫേഷ്യലോ അല്ലെങ്കിൽ ഒരു പേൾ ഫേഷ്യലോ ഒരു ഡയമണ്ടോ ഒക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 6000 രൂപയെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഇത്രയും രൂപ കളയാൻ മടിച്ചിട്ട് ഞാൻ ബ്യൂട്ടി പാർലർ പോയിട്ട് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ ഇതുപോലെ എന്താ പറയുക, ഹോം റെമഡീസും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ ഇത്രയും വലിയ എമൗണ്ട് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് ഗോൾഡൻ ഫേഷ്യൽ ചെയ്തത് എൻ്റെ ഒരു കല്യാണത്തിനായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണത്തിനായിരുന്നു ഞാൻ ലാസ്റ്റ് ഗോൾഡൻ ഫേഷ്യൽ ചെയ്തത്. അപ്പോൾ അന്നേരം ആ ടൈം ചെയ്യാൻ തന്നെ 3000 രൂപയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ഫേഷ്യലും സംഭവങ്ങളൊക്കെ ഞാൻ സ്വതമേ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീട്ടിൽ ഫേഷ്യൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുഖം എങ്ങനെയാണ് നമ്മൾ ഫെയർ ആയിട്ട് വെക്കുന്നത്, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഇച്ചിരി നല്ല ഫെയർ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഒരു ഫേഷ്യൽ ചെയ്തൊരു ലുക്കൊക്കെ വേണമെന്നുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു അടിപൊളി ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മളൊരു 1000 രൂപയോ 4000 രൂപയോ ഒരു 3000 രൂപയോ ഒന്നും കൊടുത്ത് ചെയ്യാതെ വെറും ഒരു 250 രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു കിറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇപ്പം എൻ്റെ ഫേസ്, എൻ്റെ മുന്നത്തെ വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിലും അവൻ്റെ ഫേസിൻ്റെ ഒരു ചേഞ്ച് കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം ഓണം കഴിഞ്ഞല്ലോ, ഓണത്തിന് നമ്മൾ എന്താ പറയുക അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് ഫെയർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാവരും, അതുപോലെ തന്നെ ഞാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഗോൾഡൻ ഫേഷ്യൽ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. നമുക്ക് വെറും ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് തനിയെ ചെയ്യാം, അതല്ല നമുക്ക് ഇപ്പം ചെയ്തു തരാൻ നമ്മുടെ സിസ്റ്റേഴ്സോ അതല്ലെങ്കിൽ ഇപ്പം അമ്മേനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു കിറ്റ് വാങ്ങിയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ചെയ്തു തരും. അതല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി അറിയുന്നവരാണെങ്കിൽ നമുക്ക് തനിയെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരു 7 സ്റ്റെപ്പാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫേഷ്യൽ കിറ്റ് വരുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ്, ഈ ഒരു കുഞ്ഞൊരു പാക്കിങ്ങിലാണ് നമുക്ക് പിന്നെ ഈ ഒരു ഫേഷ്യൽ കിറ്റ് വരുന്നത്. ഇതിൽ ഒരു 6 സ്റ്റെപ്പ് അടങ്ങിയിട്ടുള്ള ഒരു ഫേഷ്യലിൻ്റെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഓസോൺ ആയുർവേദിക് എന്നുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഓസോൺ ഇല്ലുമിനേറ്റിംഗ് ഫേസ് കിറ്റ് എന്ന് ഇതിന് പറയാം. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ആയിക്കോട്ടെ, നോർമൽ സ്കിന്നുകാർ ആയിക്കോട്ടെ, ഓയിലി സ്കിന്നുകാർ ആയിക്കോട്ടെ, എല്ലാവർക്കും, സെൻസിറ്റീവ് സ്കിന്നുകാർ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഞാനിതിപ്പം 2ാമത്തെ പ്രാവശ്യമാണ് ഇത് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ബ്യൂട്ടി പാർലർ പോകാൻ വേണ്ടി മടിയുള്ളവരൊക്കെ ആണെങ്കിൽ, ഇപ്പം എന്നെ പോലെ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു 250 രൂപേൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോയി തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ അകത്ത് ഇതുപോലെ ഓരോ കവറിലായിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ട, ഓരോരോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലായിട്ടാണ് നമുക്കിങ്ങനെ ഫേഷ്യൽ ചെയ്യേണ്ട ഓരോരോ ക്രീമുകൾ ഉണ്ടാവുക കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഈ പറഞ്ഞ പോലെ ഇത് 2ാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരിങ്ങനെ നമുക്ക് ഓരോരോ കവറിലാക്കിയിട്ട് നമുക്കിങ്ങനെ തരും. അപ്പം നമുക്ക് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ പുറകിലായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബോട്ടിലും ഉണ്ട്. ഇതൊക്കെ 1 by 1 ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇത് ഇത്ര വലിയ കൺഫ്യൂഷൻ വരുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിലൊരു എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. നമുക്കിപ്പം
ഫേഷ്യലൊക്കെ ചെയ്യാൻ ഒട്ടും അറിയാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ക്ലെൻസിങ് ആണ്. നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പുറകിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ കവറിൻ്റെയും പുറകിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 6 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് പാക്ക്, അതായത് ഓരോ പാക്കും 10 grams ഓരോ പാക്കാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം ക്ലെൻസിങ് ആണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രബാണ് കേട്ടോ. നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒന്ന് സ്ക്രബ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ബ്യൂട്ടി സെറം നമ്മൾ അപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫേസിനൊരു മസാജ് കൊടുക്കും. പിന്നെയാണ് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഫേസ് പാക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ലോഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിമ്പിൾ സ്റ്റെപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും നല്ല വീഡിയോസ് ഇട്ടാനും അതുപോലെ തന്നെ ഒരു എന്താ പറയുക പ്രചോദനം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ.